വെൽക്കം ടു സിനിമോസഫി. ഒരു കാലത്ത് സോഫ്റ്റ് ഫോൺ ഇൻഡസ്ട്രി എന്ന വിളിപ്പേരുണ്ടായിരുന്നു മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക്. തമിഴ്നാട്ടിലെയും ആന്ധ്രാപ്രദേശിലെയും പ്രേക്ഷകർക്ക് മലയാള സിനിമ എന്ന് പറയുമ്പോൾ അത് അഡൽട്ട് സിനിമകൾ മാത്രമായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് മുന്നിലേക്ക് എത്തിയിരുന്നത് മലയാളത്തിലെ എ കാറ്റഗറിയിലുള്ള സിനിമകൾ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യ ഒട്ടാകെ മലയാള സിനിമകളെയും നമ്മൾ ചർച്ച ചെയ്യുന്ന കണ്ടന്റുകളെയും പുകഴ്ത്തുകയാണ്. കണ്ടന്റിന്റെ കാര്യത്തിൽ മലയാള സിനിമയെ മറികടക്കാൻ ഇന്ന് ഒരു ഇൻഡസ്ട്രിക്കും സാധ്യമല്ല. സോഫ്റ്റ് ഫോൺ ഇൻഡസ്ട്രി എന്ന വിളിപ്പേരിൽ നിന്ന് ഗ്രേറ്റ് മോളിവുഡ് എന്ന വിളിപ്പേരിലേക്ക് എത്തിയത് ഒരു സുപ്രഭാതം കൊണ്ടല്ല, ദശകങ്ങൾ നീണ്ട യാത്രയാണത്. മറ്റൊരു ഭാഷയും പരീക്ഷിക്കാത്ത സബ്ജക്ട്, ഫോർമുല, സ്റ്റോറി ടെല്ലിംഗ് ഇവയെല്ലാം പരീക്ഷിച്ചും പരാജയപ്പെട്ടും വിജയിച്ചുമാണ് ഇന്നത്തെ ഗ്രേറ്റ് മോളിവുഡ് ഉണ്ടായത്. മലയാള സിനിമയുടെ യാത്രയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. സോഫ്റ്റ് ഫോൺ ഇൻഡസ്ട്രി എന്ന വിളിപ്പേര് ഉണ്ടായിരുന്നുവെങ്കിലും അത് പൂർണ്ണമായും ശരിയായിരുന്നില്ല. 80കളിലും 90കളിലും 2000ന്റെ തുടക്കത്തിലും അത്തരം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നത് ഒരു ഫാക്റ്റാണ്. പക്ഷേ അത്തരത്തിലുള്ള സിനിമകൾ മാത്രമായിരുന്നില്ല മലയാളത്തിൽ ഇറങ്ങിയിരുന്നത്. എന്നാൽ കേരളത്തിന് പുറത്തുള്ള തിയേറ്ററുകളിൽ എത്തിയിരുന്ന മലയാള സിനിമകൾ അഡൽട്ട് കാറ്റഗറിയിൽപ്പെട്ടതായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ സമാന്തര സിനിമകൾക്ക് വളക്കൂറുള്ള മണ്ണായിരുന്നു മലയാളം. ബംഗാളി, മറാത്തി തുടങ്ങിയ ഭാഷകളിൽ ഇറങ്ങിയിരുന്ന സമാന്തര സിനിമകളോട് കിടപിടിക്കുന്ന ക്വാളിറ്റിയിലുള്ള സിനിമകൾ തന്നെയായിരുന്നു മലയാളത്തിലും ഇറങ്ങിയിരുന്നത്. 70കളുടെ തുടക്കം മുതൽ 90കളുടെ തുടക്കം വരെ ശക്തമായ സമാന്തര സിനിമകളാണ് മലയാളത്തിൽ ഇറങ്ങിയത്. ഈ കാലയളവിൽ നിരൂപണ ശ്രദ്ധയും പ്രേക്ഷക ശ്രദ്ധയും ഒരുപോലെ നേടിയ സിനിമകളായിരുന്നു തിയേറ്ററിലും ഇറങ്ങിയിരുന്നത്. എന്നാൽ 90കളുടെ മലയാള സിനിമ ശരാശരി നിലവാരത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. 2000ന്റെ തുടക്കത്തിൽ മലയാള സിനിമ അതിന്റെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് എത്തി. ഈ കാലയളവിൽ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയത് സോഫ്റ്റ് ഫോൺ അഡൽട്ട് സിനിമകൾ മാത്രമായിരുന്നു. ആ സിനിമകളാണ് മലയാള സിനിമകൾ എന്ന് പറഞ്ഞ് കേരളത്തിന് പുറത്തുള്ള തിയേറ്ററുകളിലേക്ക് പോയതും. അതുകൊണ്ടാണ് മലയാളം എന്നാൽ ബി ഗ്രേഡ് സിനിമകളാണെന്ന തോന്നൽ കേരളത്തിന് പുറത്തുള്ള പ്രേക്ഷകർക്കുണ്ടായത്. മമ്മൂട്ടി ജോഷി ടീമിന്റെ ന്യൂഡൽഹി സിനിമ ഇതിനൊരു അപവാദമാണ്. 87ൽ ഇറങ്ങിയ സിനിമ തമിഴ്നാട്ടിലെ പല തിയേറ്ററുകളിലും 100 ദിവസത്തിൽ കൂടുതൽ ഓടിയിട്ടുണ്ട്. 2000ന്റെ തുടക്കമാണ് മലയാളത്തിലെ ഏറ്റവും മോശം വർഷങ്ങളെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഏതാനും ബ്ലോക്ക് ബസ്റ്ററുകളും ശ്രദ്ധേയമായ സിനിമകളും ഉണ്ടായിരുന്നുവെങ്കിലും ക്രിയേറ്റിവിറ്റിയിലും സ്റ്റോറി ടെല്ലിംഗിലും മോശം പ്രകടനമായിരുന്നു ഈ സമയത്ത് മലയാള സിനിമ കാഴ്ചവെച്ചത്. ജോഷിയെ പോലുള്ള പ്രഗത്ഭനായ സംവിധായകന്റെ പ്രജ, ദുബൈ പോലുള്ള സിനിമകൾ തിയേറ്ററിൽ തകർന്നടിഞ്ഞു. ഫാസിലിന്റെ കരിയറിലെ ഏറ്റവും മോശം സിനിമയായ കയ്യെത്തും ദൂരത്തും ഇറങ്ങിയത് ഈ സമയത്ത് തന്നെയായിരുന്നു. കയ്യെത്തും ദൂരത്ത് അദ്ദേഹത്തിന്റെ കരിയറിലെ അന്നുവരെ ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും മോശം സിനിമ മാത്രമായിരുന്നുവെന്ന് പിന്നീട് പ്രേക്ഷകർക്ക് മനസ്സിലായി. ലിവിംഗ് ടുഗദർ, മോസാൻ കാറ്റ് തുടങ്ങിയ കയ്യെത്തും ദൂരത്തേക്കാൾ മോശമായ സിനിമകൾ പിന്നീട് ഇറങ്ങിയിട്ടുണ്ട്. 2000ത്തിൽ ഏറ്റവും ഹൈപ്പ് ഉണ്ടായിരുന്ന സിനിമയായിരുന്നു മോഹൻലാലിന്റെ ശ്രദ്ധ എന്ന സിനിമ. സക്സസ് മാത്രമുണ്ടാക്കിയ IV ശശി, ടി ദാമോദരൻ ടീമിന്റെയായിരുന്നു സിനിമ എന്നത് തന്നെയായിരുന്നു ഹൈപ്പിന്റെ പ്രധാന ഘടകം. എന്നാൽ ശ്രദ്ധയും തിയേറ്ററിൽ ദയനീയമായി പരാജയപ്പെട്ടു. സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഏറ്റവും മോശം തിരഞ്ഞെടുപ്പുകൾ കൂടെ അടയാളപ്പെടുത്തിയ വർഷങ്ങളായിരുന്നു 2000ത്തിലെ ആദ്യ വർഷങ്ങൾ. നരസിംഹം, രാവണപ്രഭു, ബാലേട്ടൻ, വല്യേട്ടൻ, ക്രോണിക് ബാച്ചിലർ, സേതുരാമയ്യർ, CBI തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ ഉണ്ടെങ്കിലും വിജയിക്കാത്ത സിനിമകൾ ഒരുപക്ഷെ അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും മോശം സിനിമകളായിരിക്കും. സ്ക്രിപ്റ്റ് കേൾക്കാതെ സംവിധായകരുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ മാത്രമാണ് അവർ ഡേറ്റ് കൊടുക്കുന്നതെന്ന് ഫാൻസ് പോലും കുറ്റപ്പെടുത്തിയ വർഷങ്ങളായിരുന്നു അത്. ദുബായ്, ഫാന്റം, വജ്രം, ബൽറാം VS താരാദാസ്, തസ്കരവീരൻ തുടങ്ങിയ നിരവധി മോശം സിനിമകളാണ് മമ്മൂട്ടി ഈ കാലയളവിൽ ചെയ്തത്. ഒന്നാമൻ, ചതുരംഗം, മഹാസമുദ്രം, വാമനപുരം ബസ് റൂട്ട് തുടങ്ങിയ മോശം സിനിമകൾ മോഹൻലാലും ഈ കാലയളവിൽ മലയാളത്തിന് നൽകി. 2005ൽ മമ്മൂട്ടിയെ നായകനാക്കി പുതുമുഖ സംവിധായകനായ അൻവർ റഷീദ് സംവിധാനം ചെയ്ത രാജമാണിക്യം മലയാളക്കരയെ പിടിച്ചുകുലുക്കി. ഒരുപാട് കാലത്തിനു ശേഷം മമ്മൂട്ടിക്കും മലയാളത്തിനും കിട്ടിയ ഉണർവായിരുന്നു രാജമാണിക്യം. തിരുവനന്തപുരം സ്ലാങ്ങിന് കിട്ടിയ സ്വീകാര്യത അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് മുതിരാൻ മറ്റു സംവിധായകരെയും പ്രേരിപ്പിച്ചു. 2007ഓടെ മലയാള സിനിമ മാറുന്നതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി. വരാനിരിക്കുന്ന ന്യൂ ജനറേഷൻ സിനിമകളുടെ അലയൊലികൾ തുടങ്ങിയത് 2007ലായിരുന്നു. അമൽ നീരദിന്റെ ബിഗ് ബി തന്നെയായിരുന്നു അതിൽ പ്രധാനം. മലയാളത്തിലെ ന്യൂ ജനറേഷൻ തരംഗത്തിന്റെ തുടക്കം അന്വേഷിക്കുമ്പോൾ പലരും എത്തിച്ചേരാറുള്ളത് 2011ൽ ഇറങ്ങിയ രാജേഷ് പിള്ളയുടെ ട്രാഫിക്കിലാണ്. ട്രാഫിക്കിന്റെ പ്രത്യേകത വിജയിച്ച പരീക്ഷണ സിനിമ എന്നതാണ്. എന്നാൽ അതിന്റെ മുൻപ് വിജയിക്കാത്ത നിരവധി ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് വിളിക്കാവുന്ന നിരവധി പരീക്ഷണ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനം അമൽ നീരദിന്റെ ബിഗ് ബി തന്നെയായിരുന്നു. മലയാള പ്രേക്ഷകർ അന്നുവരെ പരിചയിച്ചു പോന്ന സൗന്ദര്യബോധത്തെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ ഉടച്ചു വാർക്കുന്ന സിനിമയായിരുന്നു ബിഗ് ബി. അതുകൊണ്ട് തന്നെയാണ് തിയേറ്ററിൽ സിനിമ പരാജയപ്പെട്ടത്. ആ വർഷം തന്നെ ഇറങ്ങിയ അൻവർ റഷീദിന്റെ ചോട്ടാ മുംബൈയും മലയാള സിനിമാ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട സിനിമ തന്നെയാണ്. ലോക്കലി കഥ പറഞ്ഞ കച്ചവട സിനിമയായിരുന്നു ചോട്ടാ മുംബൈ. പ്രാദേശികതയിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു തികഞ്ഞ കച്ചവട സിനിമ എടുക്കാമെന്നും അത് സാമ്പത്തിക വിജയമാക്കാമെന്നും അൻവർ റഷീദ് തെളിയിച്ചു. അന്നുവരെ മലയാള സിനിമ കാണിച്ച കൊച്ചിയായിരുന്നില്ല
ആയിരുന്നില്ല അൻവർ റഷീദ് ഛോട്ടാ മുംബൈയിലൂടെ കാണിച്ച കൊച്ചി. 2009 ഇറങ്ങിയ ശ്യാമപ്രസാദിന്റെ ഋതു, രഞ്ജിത്ത് ശങ്കറിന്റെ പാസഞ്ചർ, രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ കേരള കഫേ തുടങ്ങിയ സിനിമകൾ മലയാള സിനിമയുടെ പോസിറ്റീവ് മാറ്റത്തെ അഥവാ ക്വാളിറ്റി കണ്ടന്റുകളുടെ വരവിനെ സൂചിപ്പിക്കുന്ന സിനിമകളായിരുന്നു. 2011 രാജേഷ് പിള്ളയുടെ ട്രാഫിക് ഇറങ്ങുകയും മികച്ച വിജയം നേടുകയും ചെയ്തതോടെ പരീക്ഷണ സിനിമകളെല്ലാം ന്യൂ ജനറേഷൻ സിനിമകൾ എന്നറിയപ്പെടാൻ തുടങ്ങി. കണ്ടന്റാണ് കിങ് എന്നത് കൂടുതൽ വ്യക്തമാക്കുന്നതായിരുന്നു പിന്നീട് വന്ന സിനിമകൾ. താരപദവിയുള്ള നായകനോ നായികയോ ഇല്ലാതെ മേക്കിംഗ് മികവ് കൊണ്ട് മാത്രം സിനിമകൾ വിജയിച്ചു. സമീർ താഹിറിന്റെ ചാപ്പ കുരിശ്, ആഷിഖ് അബുവിന്റെ സാൾട്ട് ആൻഡ് പെപ്പർ, ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിറ്റി ഓഫ് ഗോഡ് തുടങ്ങിയ സിനിമകൾ ന്യൂ ജനറേഷൻ സിനിമകളുടെ ക്വാളിറ്റി വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു. ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, നിവിൻ പോളി, പാർവതി തിരുവോത്ത് തുടങ്ങിയ അഭിനേതാക്കൾ കൂടെ മലയാളത്തിൽ കസേരയിട്ട് ഇരിപ്പുറപ്പിക്കുന്ന സിനിമകളായിരുന്നു ന്യൂ ജനറേഷൻ സിനിമകൾ. ഇവരെല്ലാം ഇമേജിനെ പേടിക്കാതെ പരീക്ഷണ സിനിമകളുടെ ഭാഗമായി. വില്ലനായും സഹനടനായും ഇവരെല്ലാം സിനിമകളുടെ ഭാഗമായി മാറി. എന്നാൽ പിന്നീട് ന്യൂ ജനറേഷൻ എന്ന ലാബലിൽ നിരവധി സിനിമകളുടെ കുത്തൊഴുക്കായിരുന്നു. പല സിനിമകളും ഉപരിപ്ലവമായ സിനിമകളായിരുന്നു. ഒരു ദിവസത്തെ കഥ, ഒരു രാത്രിയുടെ കഥ തുടങ്ങി പലതരത്തിലുള്ള പരീക്ഷണ സിനിമകൾ വന്നു. മിക്കതും ക്വാളിറ്റി ഇല്ലാത്ത സിനിമകളായിരുന്നു. രാജീവ് രവിയുടെ അന്നയും റസൂലും അത്തരം ഉപരിപ്ലവ സിനിമകളെ പിടിച്ചുകെട്ടുന്നതായിരുന്നു. കഥകൾക്കും കഥാപാത്രങ്ങൾക്കും ആഴമുണ്ടെങ്കിൽ മാത്രമേ ന്യൂ ജനറേഷൻ സിനിമകൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് അന്നയും റസൂലും തെളിയിച്ചു. 2013 പുറത്തിറങ്ങിയ മോഹൻലാൽ നായകനായ ദൃശ്യം മലയാള സിനിമയെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ സിനിമയാണ്. മലയാള സിനിമയ്ക്ക് പാൻ ഇന്ത്യൻ റീച്ച് ഉണ്ടാകുന്നത് ജിത്തു ജോസഫിന്റെ ദൃശ്യം മുതലാണ്. കേരളത്തിന് പുറത്തുള്ള പുതിയ തലമുറയിലെ സിനിമാ സ്നേഹികൾ മലയാള സിനിമയെക്കുറിച്ച് അറിയുന്നത് ഒരുപക്ഷെ ദൃശ്യത്തിലൂടെ ആയിരിക്കാം. മലയാളത്തിൽ ഒരു സിനിമ ആദ്യ 50 കോടി ക്ലബിൽ കയറുന്നത് ജിത്തു ജോസഫിന്റെ ദൃശ്യമായിരുന്നു. തുടർന്നു വന്ന വർഷങ്ങളിൽ ആർട്ട്, കൊമേഴ്ഷ്യൽ എലമെന്റ്സുകൾ സമാസമം ചേർത്തുള്ള സിനിമകളായിരുന്നു പുറത്തു വന്നത്. മലയാളം അതിന്റെ കോർ പോയിന്റ് കണ്ടെത്തുന്ന സിനിമകളായിരുന്നു പിന്നീട് വന്നത്. അഞ്ജലി മേനോന്റെ ബാംഗ്ലൂർ ഡേയ്സ്, അൽഫോൻസ് പുത്രന്റെ പ്രേമം, ദിലീഷ് പോത്തന്റെ മഹേഷിന്റെ പ്രതികാരം, രാജീവ് രവിയുടെ കമ്മട്ടിപ്പാടം തുടങ്ങിയ സിനിമകൾ എന്താണ് മലയാള സിനിമ, എന്തായിരിക്കണം മലയാളം സിനിമ എന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങളായിരുന്നു. ആർട്ടും കച്ചവടവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്ന് ഈ സിനിമകൾ തെളിയിച്ചു. മലയാള പ്രേക്ഷകരും ഈ സിനിമകളോടൊപ്പം വളരാൻ തുടങ്ങിയെന്നും പറയാവുന്നതാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി, രാജീവ് രവി, അൽഫോൻസ് പുത്രൻ, ആഷിഖ് അബു, അമൽ നീരദ് തുടങ്ങിയ സംവിധായകരെല്ലാം മലയാള പ്രേക്ഷകരുടെ എസ്തെറ്റിക് സെൻസിനെ ഉയർത്തിയ സംവിധായകരാണ്. 2013 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമകളെല്ലാം ആർട്ടിനെയും കച്ചവടത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ട്രൈ ചെയ്യുന്ന സിനിമകളായിരുന്നു. അല്ലെങ്കിൽ മലയാള പ്രേക്ഷകരുടെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ എന്തെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സിനിമകളായിരുന്നു. 2019 ഇറങ്ങിയ കുമ്പളങ്ങി നൈറ്റ്സിന്റെ വിജയം സൂചിപ്പിക്കുന്നത് ആ ശ്രമത്തിൽ മലയാള സിനിമാ പ്രവർത്തകർ വിജയിച്ചു എന്നു തന്നെയാണ്. കോവിഡ് കാലം മുതലാണ് മലയാള സിനിമയുടെ കരുത്ത് മറ്റു ഭാഷയിലുള്ളവർ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഇന്ത്യയിലെ മാത്രമല്ല, ഒരുപക്ഷെ ലോകത്തെ എല്ലാ സിനിമാ ഇൻഡസ്ട്രികളും അടച്ചുപൂട്ടിയ സമയത്താണ് മലയാള സിനിമ ഉള്ള സൗകര്യത്തിലും ബജറ്റിലും സിനിമകളെടുത്ത് തുടങ്ങുന്നത്. സീ യു സൂൺ എന്ന മഹേഷ് നാരായണന്റെ സിനിമ ഇന്ത്യയിലുള്ള എല്ലാ സിനിമാ പ്രേമികളെയും ഹരം കൊള്ളിച്ചു. തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ എല്ലാ ഭാഷകളിലുമുള്ള സിനിമാ പ്രവർത്തകർ എന്തു ചെയ്യണമെന്ന് വിചാരിച്ച് അന്തം വിട്ടു നിൽക്കുമ്പോഴാണ് സ്ക്രീനുകൾ മാത്രം വെച്ച് മേക്ക് ചെയ്തൊരു സിനിമയുമായി മഹേഷ് നാരായണൻ എത്തുന്നത്. ദൃശ്യത്തിനു ശേഷം മലയാള സിനിമയ്ക്ക് കിട്ടിയ പാൻ ഇന്ത്യൻ തുറവിയായിരുന്നു സീ യു സൂണിലൂടെ സംഭവിച്ചത്. പിന്നീട് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ, ദൃശ്യം 2, ജോജി, മാലിക്, മിന്നൽ മുരളി തുടങ്ങി നിരവധി സിനിമകൾ OTTയിലൂടെ പുറത്തിറങ്ങി. കേരളത്തിന് പുറത്തുള്ള ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ മലയാള സിനിമ കാണാൻ തുടങ്ങി. ഹിന്ദി പ്രേക്ഷകർ ബാംഗ്ലൂർ ഡേയ്സ്, ചാർലി, കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങിയ മുമ്പിറങ്ങിയ സിനിമകളും പിന്നീട് തേടി പിടിച്ച് കാണാൻ തുടങ്ങി. കൊറോണയോടെയാണ് മലയാള സിനിമയ്ക്ക് ഒരു പാൻ ഇന്ത്യൻ തുറവി സംഭവിക്കുന്നത്. മറ്റുള്ള ഭാഷകളിലെ പ്രേക്ഷകർ മലയാള സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യാനും കാണാത്തവർക്ക് സജസ്റ്റ് ചെയ്യാനും തുടങ്ങി. മലയാള സിനിമകളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം നിരവധി യൂട്യൂബ് ചാനലുകളും പിറന്നു. മമ്മൂട്ടി തന്റെ മെഗാസ്റ്റാർഡം പൂർണ്ണമായും ഉപേക്ഷിച്ച് നല്ല സിനിമകൾ ചെയ്തതും ഇതേ സമയത്താണ്. പുഴു, റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം, ബ്രഹ്മയുഗം, കാതൽ തുടങ്ങിയ നിരവധി സിനിമകളിലൂടെ അദ്ദേഹം മലയാളത്തിന്റെ ക്വാളിറ്റി പിന്നെയും പിന്നെയും വർദ്ധിപ്പിച്ചു. പട, മലയൻ കുഞ്ഞ്, ജയ 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 ഹേ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ, കാതൽ ദി കോർ തുടങ്ങിയ സിനിമകൾ ജാതി, ലിംഗരാഷ്ട്രീയം ചർച്ചയ്ക്ക് വെക്കുന്നതോടൊപ്പം മികച്ച വിജയവും കൈവരിച്ചു. ഒരുപക്ഷെ മലയാളത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണിത്. 2018 മഞ്ഞുമൽ ബോയ്സ്, ആവേശം, ARM തുടങ്ങിയ ഔട്ട് ഓഫ് ദി ബോക്സ് സിനിമകളുടെ ബ്ലോക്ക് ബസ്റ്റർ വിജയം മലയാള സിനിമകളെ പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചു. സ്ത്രീ കേന്ദ്രീകൃത സിനിമയായ ലോക എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മാറിയതോടെ മലയാള സിനിമയുടെ പ്രൗഢി ഏറ്റവും പീക്കിലെത്തി നിൽക്കുന്നു. മറ്റൊരു ഇൻഡസ്ട്രിക്കും അവകാശപ്പെടാൻ കഴിയാത്ത മേന്മയോടെ മലയാളം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മുന്നിട്ട് നിൽക്കുകയാണ്. അങ്ങനെ തന്നെ എന്നെന്നും നിലനിൽക്കട്ടെ. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും മലയാള സിനിമയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവെക്കുക.
ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.